ബി.ജെ.പിയുടെ മുതിർന്ന നേതാവായ രാജ്നാഥ് സിംഗിന്റെ മകൻ പങ്കജ് സിംഗിന് സീറ്റ് നൽകിയതിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. കുടുംബരാഷ്ട്രീയം മുൻനിർത്തി കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന ബി.ജെ.പിയുടെ ഇരട്ടത്താപ്പാണ് മന്ത്രിപുത്രന് സീറ്റ് നൽകിയതിലൂടെ വ്യക്തമാകുന്നതെന്നായിരുന്നു ആരോപണം. എന്നാൽ ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും മുഖം കൊടുക്കാതെയുള്ള പ്രചരണമാണ് രാജ്യതലസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന നോയിഡ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ പങ്കജ് സിംഗ് നടത്തുന്നത്. വിവാദങ്ങളോട് പ്രതികരിക്കാനില്ല. നോയിഡയിലെ ജനങ്ങളുടെ പിന്തുണ തനിക്കുണ്ടെന്നും പങ്കജ് സിംഗ് വ്യക്തമാക്കി. So I don't think I need to comment on this again. I'm very much hopeful that I'll get the blessings of people of Noida. അതേസമയം മകന് വേണ്ടി പ്രചരണം നടത്തില്ലെന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി കൂടിയായ രാജ്നാഥ് സിംഗ് സംസ്ഥാനത്ത് പാർട്ടിയുടെ പ്രധാന പ്രചാരകന്മാരിൽ ഒരാളാണ്. കേന്ദ്ര സാംസ്കാരിക മന്ത്രിയും നോയിഡ മണ്ഡലം ഉൾപ്പെടുന്ന ഗൗതം ബുദ്ധ നഗറിൽ നിന്നുള്ള MP കൂടിയായ ഡോക്ടർ മഹേഷ് ശർമ്മയാണ് പങ്കജ് സിംഗിന്റെ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത്. പാർട്ടിയുടെ സിറ്റിംഗ് MLA ആയ വിമല ബാത്തമിനെ തഴഞ്ഞാണ് പങ്കജ് സിംഗിന് സീറ്റ് നൽകിയത്. വിവാദങ്ങൾക്ക് ഇട നൽകാതുള്ള പ്രചരണമാണ് രാജ്നാഥ് സിംഗിന്റെ മകനായ പങ്കജ് സിംഗ് നടത്തുന്നത്. നോയിഡയിൽ നിന്നും ക്യാമറമാൻ മുകേഷ് രവിക്കൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്.